ഇറാൻ അവസാനത്തെ മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. ഇറാൻ അവസാനത്തെ മുന്നറിയിപ്പ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറന്നു പോകത്ത്. എല്ലാവരും വീഡിയോ എത്തിക്കുക. എന്നാൽ മാത്രമേ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം. അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇറാന്റെ ഗ്രൂപ്പിലായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂതികൾ അങ്ങനത്തെ ആരെങ്കിലും മേലെ കയറി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസൈൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ഇസ്രായേൽ അടിക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. പറയാനുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കരാറും തേങ്ങാപ്പെണ്ണാക്കായിട്ട് അമേരിക്ക വന്നിരുന്നു. ഓനോട് പറഞ്ഞ കാര്യം അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് എനിക്ക് ആവുന്ന പണിയെടുത്താൽ മതി, എനിക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. യുദ്ധം എന്താ പറയുക, കുറെ അജണ്ടകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യമാണ് സിറിയ ആക്രമിക്കില്ലെന്ന്, ഹൂതികൾ ആക്രമിക്കില്ല, ആരെ ആക്രമിക്കില്ല, യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്ന കരാറുകളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും. ഞങ്ങൾ മിസൈൽ കൊണ്ട് മറുപടി പറയും, ട്രോഡ് കൊണ്ട് മറുപടിയും. അതിശക്തമായ ആക്രമണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. അവസാനത്തെ വാണിംഗ് എന്നാണ് പറയുന്നത്. കാരണം ചെയ്യാനാവും. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ എന്ന് പറഞ്ഞ ചങ്കാണ്. എന്ത് പറഞ്ഞാലും ഒരു ചങ്കും ചങ്കും ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. എന്ത് പറഞ്ഞാലും ഇസ്രായേലിന്റെ രോമത്തിലേക്ക് ഒരു മുള്ള് വീണ് കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ പൊള്ളും. അതറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചതിയന്മാരായിട്ട് രണ്ട് രാജ്യങ്ങളാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പം പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. 1, 2, 3, 4 വട്ടമല്ല ഞങ്ങൾ ശ്രമിച്ചത്. ക്ഷമന്റെ നെല്ലിപ്പല കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ അതിശക്തമായ ആക്രമണത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പൊ ഇറാൻ പറഞ്ഞത്. ഇനി തീരുമാനമാക്കിയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അഥവാ ഡയറക്റ്റ് ആയിട്ട് ഇറാനും ഇസ്രായേലും അങ്ങ് മുട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ലോകത്തിലറിയാം. അമേരിക്കന്റെ എന്താ പറയുക, പിമ്പില്ലാതെ 1 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയില്ല. എന്ത് വായ കണ്ടെന്ന് പറഞ്ഞാലും ഇറാനെടുത്ത് കാര്യമല്ല. കണ്ടറിയോ, ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാൻ ആക്രമിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇറാൻ യുദ്ധം ജയിച്ചതാണ്. മനസ്സിലാക്കുന്നത് 15 രാജ്യത്തെ ഒപ്പരം ഒരേ സമയത്ത് അടിച്ച രാജ്യമാണ് ലോകത്ത് ഗിന്നസ് ബുക്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു PSC പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാണ്, 15 രാജ്യങ്ങളെ ഒരേ സമയം യുദ്ധത്തിൽ അല്ലെങ്കിൽ അടിച്ച രാജ്യം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏത് ഇറാനാന്ന് പറയാം. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കൂടിക്കഴിഞ്ഞാൽ വരെ, അതാ ഇസ്രായേലും ലോകത്തിൽ വൻ ശക്തികൾ കൂടിക്കഴിഞ്ഞാൽ വരെ, അമേരിക്ക ഇസ്രായേൽ കൂടിക്കഴിഞ്ഞിട്ട് വരെ ഇറാൻ എന്ന രാജ്യത്തിന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. അത് സത്യമാണ്. എന്ത് പറഞ്ഞാലും ശരി, നഷ്ടങ്ങളൊക്കെ തന്നെ അമേരിക്കക്കും ഇസ്രായേലും മാത്രമേ ഉള്ളൂ. ഇറാൻ സംബന്ധിച്ച നഷ്ടങ്ങളുണ്ട്, ഒരുപാട് നിരവധി മരിച്ചിട്ടൊക്കെ നമുക്കറിയാം. അതിനെക്കാട്ടും ഒരിരട്ടല്ലെങ്കിൽ അധികം ആൾക്കാർ അപ്പുറത്ത് മരിച്ചിട്ടുള്ള കാര്യം ചിന്തിക്കുന്ന കാര്യം. അതിശക്തമായ ആക്രമണത്തിലേക്ക് ഇറാൻ പോകുന്ന കാര്യത്തിൽ അവസാനത്തെ മുന്നറിയിപ്പാണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.